എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആൻഡ് GST സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം തന്നെ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊവിഷൻസ്, അതേപോലെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് റിബേറ്റും റിലീഫുമാണ്. ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം റിബേറ്റിൽ നിന്നും റിലീഫിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 115 BAC എന്ന് പറയുന്ന പുതിയ ന്യൂ ടാക്സ് റെജീമിൻ്റെ ഫീച്ചേഴ്സ്, അത് ഈ വീഡിയോയിൽ ഏറ്റവും അവസാനമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാത്തവരാണെങ്കിൽ ലാസ്റ്റിലത്തെ ആ ഒരു പോർഷൻ എന്തായാലും കാണുക. ഓക്കെ, ആദ്യം തന്നെ ക്ലബിംഗ് ഓഫ് ഇൻകം. ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് ദ ഇൻകം ഓഫ് അതർ പേഴ്സൺ ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ടോട്ടൽ ഇൻകം ഓഫ് അസസി. നമ്മൾ ഓൾറെഡി 2 മാർക്ക് സെക്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ചില സമയങ്ങളിൽ ഒരു വ്യക്തിയുടെ ഇൻകം അല്ലെങ്കിൽ ഒരു അസസിയുടെ ഇൻകത്തിൻ്റെ കൂടെ മറ്റു വ്യക്തികളുടെ ഇൻകം ക്ലബ്ബ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാറുണ്ട്. അതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇൻകം ഓഫ് അതർ പേഴ്സൺ ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ടോട്ടൽ ഇൻകം ഓഫ് ദി അസസി. അതായത് അസസിയുടെ ടോട്ടൽ ഇൻകത്തിലേക്ക് മറ്റൊരു വ്യക്തിയുടെ ഇൻകം ആഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ക്ലബിംഗ് ഓഫ് ഇൻകം. ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 60 to 65 ഡീൽസ് വിത്ത് ക്ലബിംഗ് ഓഫ് ഇൻകം. അതും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ എഴുതാം. 5 മാർക്കിനൊക്കെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം ചോദിക്കുന്നത് എങ്കിൽ എന്താണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്നത് എഴുതിയതിന് ശേഷം 60 മുതൽ 65 വരെയുള്ള സെക്ഷനാണ് ക്ലബിംഗ് ഓഫ് ഇൻകം ഡീൽ ചെയ്യുന്നത്. അപ്പോൾ സെക്ഷനൊക്കെ എഴുതി നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്കും അറിയാം നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ സബ്ജക്റ്റിലൊരു നോളജുള്ള കുട്ടിയാണെന്ന് മനസ്സിലാവും. കാരണം പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ സെക്ഷനൊന്നും ഓർത്ത് വെക്കില്ല. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മറക്കാതെ എഴുതുക. ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ 60 മുതൽ 65 വരെയുള്ള സെക്ഷനാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണെന്ന് ഒരിക്കൽ കൂടെ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് മനസ്സിൽ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുക. ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് ഇൻകം ഓഫ് അസസി ഷാൽ ബി ഇൻകം ഓഫ് അതർ പേഴ്സൺ ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ടോട്ടൽ ഇൻകം ഓഫ് അസസി. ഇപ്പോൾ ഇവിടെ 3 കീവേഡാണ്. ഒന്ന്, ഇൻക്ലൂഡ് ചെയ്യുന്നു. എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അസസിയുടെ ഇൻകത്തിൽ. ആരുടെ ഇൻകമാണ്? അതർ പേഴ്സൻ്റെ ഇൻകമാണ്. അതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 60 മുതൽ 65 വരെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം ഡീൽ ചെയ്യുന്നത്. ഇനി ഏതെല്ലാം ഇൻകമാണ് ക്ലബ്ബ് ചെയ്യുക? ഇനി 5 മാർക്കിനാണ് ചോദിക്കുന്നത് എങ്കിൽ ഏതൊക്കെ ഇൻകംസ് ആണ് ക്ലബ്ബ് ചെയ്യുന്നത് എന്നും കൂടെ എഴുതണം. ഒന്ന്, ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്. അതിനൊരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ ഒരു 2 or 3 ലൈൻ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ആ പോയിന്റിനാണ് എക്സ്പ്ലനേഷനേക്കാൾ കൂടുതൽ പ്രാധാന്യം. ക്ലബിംഗ് ഓഫ് ഇൻകവും അതിൻ്റെ സെക്ഷനും എഴുതിയതിന് ശേഷം ഈ ഒരു അണ്ടർലൈനിൽ ഫോളോയിങ് ഇൻകംസ് ആർ ടു ബി ക്ലബ്ബഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഈ 8 പോയിന്റ് എഴുതുക. 10 പോയിന്റ് എഴുതുക. അതിനുശേഷം ഓരോന്നിനും ഒരു 2 or 3 ലൈൻ എക്സ്പ്ലനേഷനും കൊടുക്കുക. 5 മാർക്കിനാണെങ്കിൽ. ഇനി 2 മാർക്കിന് ക്ലബിംഗ് ഓഫ് ഇൻകം ചോദിച്ചാൽ ആ മീനിങ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇൻകംസ് ക്ലബ്ബഡ്, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻകംസ് ആണ് ക്ലബ്ബ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇതിലൊരു 4 പോയിന്റ് എഴുതിയാൽ മതി 2 മാർക്കിനാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇൻകംസ് ആണ് ക്ലബ്ബ് ചെയ്യുക എന്ന് നോക്കാം. ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്, അതുപോലെ റിക്കവറബിൾ ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്, ഇൻകം ഓഫ് സ്പൗസ്, ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ, ഇൻകം ഫ്രം ബിസിനസ്, ഇൻകം ഓഫ് മൈനർ ചൈൽഡ്, ക്രോസ് ട്രാൻസ്ഫർ, ഇൻകം ഫ്രം കൺവേർട്ടഡ് പ്രോപ്പർട്ടി, ബിനാമി ട്രാൻസ്ഫർ. ഇത്രയുമാണ് ക്ലബ്ബ് ചെയ്യുന്ന ഇൻകംസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ പോലും ഇതിലൊരു, ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ കുട്ടികളും O ഗ്രേഡ് വാങ്ങാൻ പഠിക്കുന്നവരല്ല എന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കുറച്ച് പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെക്കൂ. കാരണം ഇപ്പോൾ ക്ലബിംഗ് ഓഫ് ഇൻകവും അതിൻ്റെ ഒരു 4 പോയിന്റ് എഴുതിയാൽ ചിലപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരു 2 മാർക്കെങ്കിലും കിട്ടില്ലേ? ഇനി ഇത് essay ആണെങ്കിൽ ഒരു 3 മാർക്കെങ്കിലും കിട്ടില്ലേ? അതുപോലും നിങ്ങൾക്ക് ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ സബ്ജക്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻസിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ക്ലബ്ബ് ചെയ്യുന്ന ഒരു 5 ഇൻകത്തിൻ്റെ പേരെങ്കിലും പഠിച്ചു വെക്കുക. ഒന്ന്, മൈനർ ചൈൽഡ്. എല്ലാവർക്കും ഓർക്കാൻ പറ്റുമല്ലോ. ഒന്ന്, മൈനർ ചൈൽഡ് നിങ്ങളെല്ലാവരും പഠിച്ചു.
ഇൻകം ഓഫ് സ്പൗസ്. സ്പൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്കാളികൾ, ഹസ്ബൻഡ് വൈഫ് എന്നുള്ള അർത്ഥമാണ്. സ്പൗസിൻ്റെ ഇൻകം എന്ത് ചെയ്യാം? ക്ലബ്ബ് ചെയ്യാം. ഹസ്ബൻഡിൻ്റെ ഇൻകം വൈഫിൻ്റെ ഇൻകമായിട്ടും അതുപോലെ വൈഫിൻ്റെ ഇൻകം ഹസ്ബൻഡിൻ്റെ ഇൻകമായിട്ടും ഒക്കെ ക്ലബ്ബ് ചെയ്യാം. അതിനൊക്കെ കുറേ പ്രൊവിഷൻസും കണ്ടീഷൻസും ഉണ്ട്. അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് പോയിന്റ് പഠിക്കൂ. അടുത്തത് ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ. ഡോട്ടർ ഇൻ ലോയുടെ അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഇൻകം ക്ലബ്ബ് ചെയ്യാം. അതുപോലെ ബിനാമി ട്രാൻസ്ഫർ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന പോയിന്റാണ്. അപ്പോൾ നമ്മൾ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു. ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിവിഷൻ തരാം. ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് ഇൻകം ഓഫ് അതർ പേഴ്സൺ ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻകം ഓഫ് അസസി. അതായത് മറ്റു വ്യക്തികളുടെ ഇൻകം ചില സമയങ്ങളിൽ അസസിയുടെ ഇൻകവുമായിട്ട് എന്ത് ചെയ്യും? ക്ലബ്ബ് ചെയ്യും. അതിനെയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. സെക്ഷൻ 60 മുതൽ 65 വരെ അല്ലേ, അണ്ടർ സെക്ഷൻ 60 to 65 ഡീൽസ് വിത്ത് ക്ലബിംഗ് ഓഫ് ഇൻകം. അതിലൊരു 5 പോയിന്റ് അല്ലേ നിങ്ങൾ പഠിച്ചത്? ഏതൊക്കെ ഇൻകമാണ് ക്ലബ്ബ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു നോക്കൂ. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് 5 പോയിന്റ് എങ്കിലും ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഒന്ന് മൈനർ ചൈൽഡിൻ്റെ ഇൻകം, ഒന്ന് ഡോട്ടർ ഇൻ ലോയുടെ ഇൻകം, ഒന്ന് സ്പൗസിൻ്റെ ഇൻകം, ഒന്ന് ക്രോസ് ട്രാൻസ്ഫർ, ഒന്ന് ബിനാമി ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ഇൻകം ഫ്രം ബിസിനസ്സും ഉണ്ട്, ഇൻകം ഫ്രം കൺവേർട്ടഡ് പ്രോപ്പർട്ടിയും ഉണ്ട്. അപ്പോൾ അത്രയെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്തതാണ് ഡീംഡ് ഇൻകം. ഇറ്റ് മീൻസ് ഇൻകം ദാറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി ഏൺഡ് ബട്ട് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടാക്സബിൾ അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട്. ശരിക്കും പറഞ്ഞാൽ ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻകം അല്ല, ക്ലബ്ബ് ചെയ്ത പോലത്തെ ഇൻകമാണ്. ഈ ക്ലബിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടേമാണ് ഈ ഡീംഡ് ഇൻകം. അപ്പോൾ ക്ലബ്ബ് ചെയ്ത ഒരു ഇൻകമാണ് ഡീംഡ് ഇൻകം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടാക്സബിൾ അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ഏൺ ചെയ്ത ഇൻകം അല്ല, അല്ലെങ്കിൽ ഡയറക്ട്ലി ഏൺഡ് അല്ല ആ ഇൻകം. ഇപ്പോൾ ഡീംഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഡയറക്ട്ലി ഏൺ ചെയ്ത ഇൻകം അല്ല, പക്ഷേ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അത് ടാക്സബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അടുത്തത് അഗ്രഗേഷൻ ഓഫ് ഇൻകം ആണ്. അഗ്രഗേഷൻ ഓഫ് ഇൻകം 2 മാർക്കിനും അതുപോലെ തന്നെ ഏതെല്ലാം ഇൻകംസ് ആണ് അഗ്രഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് 5 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് ക്ലബിംഗ് പോലെ തന്നെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അഗ്രഗേഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് ഓർ ക്ലബിംഗ് ദ ഇൻകം ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺ ടു കമ്പ്യൂട്ട് ടോട്ടൽ ടാക്സബിൾ ഇൻകം. അഗ്രഗേഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ശരിക്കും ക്ലബിംഗ് തന്നെയാണ്. അത് വ്യത്യസ്തമായിട്ട് പഠിച്ചൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം കമ്പൈനിങ് ഓർ ക്ലബിംഗ് ഓഫ് ഇൻകം ഓഫ് ഡിഫറെൻറ്റ് പേഴ്സൺ, വ്യത്യസ്ത ആളുകളുടെ ഇൻകം ക്ലബ്ബ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? അഗ്രഗേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഏതെല്ലാം ഇൻകമാണ് അഗ്രഗേറ്റ് ചെയ്യുന്നത്? ഷെയർ ഓഫ് മെമ്പേഴ്സ് ഫ്രം AOP ഓർ BOI. അപ്പോൾ AOP അതുപോലെ തന്നെ BOI അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ് AOP എന്ന് പറയുന്നത്. AOPയുടെയും അതുപോലെ തന്നെ BOIയുടെയും മെമ്പേഴ്സാണ്. അവരുടെ ഷെയർ ക്യാഷ് ക്രെഡിറ്റ് അഗ്രഗേറ്റ് ചെയ്യും. അൺറെക്കോർഡഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഗ്രഗേറ്റ് ചെയ്യും. അൺറെക്കോർഡഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് മണി അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ അത് അഗ്രഗേറ്റ് ചെയ്യും. എമൗണ്ട് ബോറോഡ് ഓർ റീപെയ്ഡ് ഓൺ ഹുണ്ടി, ഹുണ്ടിയുടെ അത്തരത്തിലുള്ള ഹുണ്ടി പണങ്ങളില്ലേ, അത്തരത്തിലുള്ള ഹുണ്ടി ക്യാഷുകളൊക്കെ തന്നെ ബോറോ ചെയ്യുകയോ അല്ലെങ്കിൽ റീപേ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ടും എന്ത് ചെയ്യും? അഗ്രഗേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് അഗ്രഗേഷൻ ഓഫ് ഇൻകം. അപ്പോൾ അഗ്രഗേഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബിംഗ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻകം ഓഫ് അനദർ പേഴ്സൺ അല്ലെങ്കിൽ അതർ പേഴ്സൺ ഷാൽ ബി ഇൻക്ലൂഡഡ് ദ ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചിട്ട് അഗ്രഗേഷൻ ഓഫ് ഇൻകം എഴുതുക. അതിൻ്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഏതെല്ലാം കേസുകളിലാണ് ഇൻകംസിനെ അഗ്രഗേറ്റ് ചെയ്യുന്നത് എന്ന് ഓർത്തു വെക്കുക. ഷെയർ മെമ്പർ ഓഫ് AOP അല്ലെങ്കിൽ BOI ഉണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്, അൺറെക്കോർഡഡ് അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, അൺറെക്കോർഡഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് മണി ഓർ ഗോൾഡ് ഉണ്ട്, എമൗണ്ട് ബോറോഡ് ഓർ റീപെയ്ഡ് ഓൺ ഹുണ്ടിയും ഉണ്ട്. അടുത്തതാണ് ക്യാരി ഫോർവേഡ് ലോസസ്. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാരി ഫോർവേഡ് ലോസസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ക്യാരി ഫോർവേഡ് ലോസസും അതിൻ്റെ കണ്ടീഷൻസും നിങ്ങളൊന്ന് നല്ല രീതിയിൽ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസസും കാര്യങ്ങളും ഒന്ന് നോക്കുക. ക്യാരി ഫോർവേഡ് ലോസസ് എന്ന് പറഞ്ഞാൽ ലോസസ് ദാറ്റ് ആർ നോട്ട് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഇൻ ദി സെയിം ഇയർ ക്യാൻ ബി ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഒരു നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ ഈ വർഷത്തെ ഇൻകത്തിൻ്റെ കൂടെ നമുക്കതെന്ത് ചെയ്യാം? ആ ഒരു സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. സെയിം ഇയറിലെ ഇൻകത്തിൻ്റെ കൂടെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ അത് പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഇൻകം നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറയുമ്പോൾ ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ എന്നെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താ?
ക്യാരി ഫോർവേഡ് ചെയ്യുക, അടുത്ത വർഷത്തേക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ അതെന്ത് ഇറക്കിയിടുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ലോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൽ ഒരു ലോസ് ആണ് ഉണ്ടായത് എങ്കിൽ ആ ലോസ് സെയിം ഇയറിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഏതെല്ലാം ലോസസ് ആണ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്? ബിസിനസ് ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യും. ഏതൊക്കെ ലോസസ് ആണ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്? ബിസിനസ് ലോസസ് ഉണ്ട്, അതുപോലെ തന്നെ ലോസസ് ഓഫ് സ്പെക്കുലേഷൻ ബിസിനസ്സിലൂടെ ഉണ്ടാകുന്ന ഊഹക്കച്ചവടത്തിലൂടെയൊക്കെ ഉണ്ടാകുന്ന ലോസസ് ആണെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യും. ലോസസ് ഫ്രം ഫേമുകളിൽ നിന്നുണ്ടാകുന്ന ലോസസ് ആണെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യും. ലോസസ് അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ടാക്സ് ഹെഡിൽ നിന്നുണ്ടാകുന്ന ലോസസ് ആണെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യും. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസസും ലോങ് ടേം ക്യാപിറ്റൽ ലോസസും എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ലോസസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓയിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റേസ് ഹോഴ്സ്, അതായത് റേസിന് കൊണ്ടുപോകുന്ന കുതിരകളൊക്കെ ഉണ്ടാവില്ലേ, അത്തരത്തിലുള്ള കുതിരകളിൽ നിന്നുണ്ടാകുന്ന അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടാകുന്ന ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് ലോസ് ആണ് സംഭവിച്ചതെങ്കിൽ അതിനെയും നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു വ്യക്തിയുടെ ലോസസ് സെയിം ഇയറിലെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിനെയാണ് ക്യാരി ഫോർവേഡ് ലോസസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഇൻകം ആ വർഷത്തെ ഒരു വ്യക്തിയുടെ ലോസ് ആ വർഷത്തെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ സെറ്റ് ഓഫ് ലോസസ് എന്നാണ് പറയുക. അങ്ങനെ പറ്റാത്ത സാഹചര്യത്തിൽ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ക്യാരി ഫോർവേഡ് ലോസസ്. അത് ഏതൊക്കെയാണ്? ലോസ് ഓഫ് സ്പെക്കുലേഷൻ ബിസിനസ് ഉണ്ട്, ലോസ് ഫ്രം ഫേം ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസസും ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ലോസസും ഉണ്ട്, അതുപോലെ തന്നെ ലോസസ് ഫ്രം ആക്ടിവിറ്റി ഓയിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റേസ് ഹോഴ്സ്. ഇനി നമ്മൾ 2 മാർക്കിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമായിരുന്നു സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് ലോസസും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നുകൂടെ നോക്കാം. ഓക്കെ, അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് അടിച്ചോളൂ, അറിയാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ലോസസ് എഗെയിൻസ്റ്റ് സെയിം ഇയർ പ്രോഫിറ്റ്. സെയിം ഇയറിലെ പ്രോഫിറ്റുമായിട്ട് ലോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സെറ്റ് ഓഫ് ലോസസ്. ഇനി ആരും മറക്കരുത് കേട്ടോ, ഒരുപാട് വട്ടം പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ ബോർ അടിച്ചിട്ടുണ്ടാവും. ഞാൻ ഇത്രയും ടൈം പറഞ്ഞിട്ടുണ്ട് സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആണ്. നമ്മൾ 2 മാർക്കിലും ഒത്തിരി തവണ അത് പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയതുകൊണ്ട് ഇവിടെയും നമ്മൾ അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് കയറുന്നു വിചാരിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങൾ എക്സാം പേപ്പറിൽ പെർഫോം ചെയ്യുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ സെറ്റ് ഓഫ് കിട്ടിയല്ലോ, സെറ്റ് ഓഫ് സെറ്റായി. എന്താണ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ? ലോസ് നമ്മൾ എന്ത് ചെയ്യാണ്? സെയിം ഇയറിലെ ഇൻകവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ലോസ് സെയിം ഇയറിലെ ഇൻകവുമായിട്ടല്ല, ഫ്യൂച്ചർ പ്രോഫിറ്റുമായിട്ടാണ് ലോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ക്യാരി ഫോർവേഡ് ലോസസ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ലോസസിന് ഒരു സ്പെസിഫിക് ടൈം ലിമിറ്റ് ഒന്നുമില്ല, നോ സ്പെസിഫിക് ടൈം ലിമിറ്റ്. പക്ഷേ ക്യാരി ഫോർവേഡ് ലോസസിന് ഒരു സ്പെസിഫിക് ടൈം ലിമിറ്റ് ഉണ്ട്. അതുപോലെ സെറ്റ് ഓഫ് ലോസസ് നോട്ട് റിക്വയർഡ് രജിസ്ട്രേഷൻ വിത്ത് ടാക്സ് അതോറിറ്റി. സെറ്റ് ഓഫ് ലോസസ് ടാക്സ് അതോറിറ്റിയുമായിട്ട് രജിസ്ട്രേഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. എന്നാൽ ക്യാരി ഫോർവേഡ് ലോസസ് ആണെങ്കിൽ ഇറ്റ് റിക്വയർഡ് രജിസ്ട്രേഷൻ വിത്ത് ടാക്സ് അതോറിറ്റി. അവർക്ക് ടാക്സ് അതോറിറ്റീസുമായിട്ടൊരു രജിസ്ട്രേഷൻ വേണം. സെറ്റ് ഓഫിൽ ഇൻട്രാഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അലോ ചെയ്യുന്നുണ്ട്, എന്നാൽ ക്യാരി ഫോർവേഡിൽ അത്തരത്തിലുള്ള ഒരു ഇൻട്രാഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അലോ ചെയ്യുന്നില്ല. ഇനി സെറ്റ് ഓഫ് ലോസസ്, വീണ്ടും സെറ്റ് ഓഫ് ലോസസ് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതണം? സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റിംഗ് ലോസ് എഗെയിൻസ്റ്റ് ഇൻകം ഓഫ് ദി സെയിം ഇയറിലെ ഇൻകവുമായിട്ട് ലോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സെറ്റ് ഓഫ് ലോസസ്. 2 രീതിയിലുള്ള സെറ്റ് ഓഫ് ലോസസ് ഉണ്ട്, ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫും ഇന്റർ ഹെഡ് സെറ്റ് ഓഫും. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഹെഡ് ആയിരിക്കും, എന്നാൽ ഇന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ഹെഡ് ആയിരിക്കും. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫിൽ ഏതൊക്കെയാണ് എക്സംഷൻ വരുന്നത്? ഒന്ന്, ലോസ് ഫ്രം സ്പെക്യുലേറ്റീവ് ബിസിനസ്. ലോസ് ഇൻക്വേർഡ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെക്കുലേഷൻ ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സ്പെക്കുലേഷൻ ഇൻകം. അതായത് അങ്ങനെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിയോ? സ്പെക്കുലേഷൻ ബിസിനസ്സിൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ സ്പെക്കുലേഷൻ ഇൻകവുമായിട്ട് അത് സെറ്റ് ഓഫ് ചെയ്യുന്നു. അതായത് ലോസ് ഇൻ സ്പെക്കുലേഷൻ ബിസിനസ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സ്പെക്കുലേഷൻ ഇൻകം. അടുത്തത് ലോസ് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ്. ലോസ് ഇൻക്വേർഡ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് സ്പെസിഫൈഡ് ബിസിനസ് ഇൻകം. സ്പെസിഫൈഡ് ബിസിനസിന്റെ ലോസ് സ്പെസിഫൈഡ് ബിസിനസ് ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നു.
അടുത്തത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നു. അടുത്തത് ലോസ് ഇൻ ബിസിനസ് ഓഫ് ഓയിങ് ആൻഡ് മെയിൻ്റെനൻസ് റേസ് ഹോഴ്സ്. അപ്പം ആ ഒരു റേസ് ഹൗസിൻ്റെ ഇൻകവുമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നു. അത് ലോസ് ഫ്രം എക്സംപ്റ്റഡ് ഇൻകം. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സബിൾ ഇൻകത്തിൻ്റെ സെയിം ഹെഡിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളത് പഠിച്ചു. എവിടെയൊക്കെയാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് വരുന്നത്? സ്പെക്യുലേറ്റീവ് ബിസിനസ് ഉണ്ട്, സ്പെസിഫൈഡ് ബിസിനസ് ഉണ്ട്, ക്യാപിറ്റൽ ലോസ് ഉണ്ട്, ബിസിനസ് ഓഫ് ഓയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് കാർ റേസ് ഹൗസ് ഉണ്ട്, അതുപോലെ എക്സംപ്റ്റഡ് ഇൻകം ഉണ്ട്. ഇൻട്രാ ഹെഡിലും അത് തന്നെയാണ് വരുന്നത്, അത് പഠിച്ചു വെക്കുക. ദെൻ അടുത്തതാണ് ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് അഥവാ AMT. AMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മിനിമം എമൗണ്ട് ഓഫ് ടാക്സ് പേബിൾ ബൈ എ പേഴ്സൺ അതർ ദാൻ കമ്പനി. കമ്പനി അല്ലാതെ മറ്റൊരു വ്യക്തി പേ ചെയ്യേണ്ട മിനിമം എമൗണ്ട് ഓഫ് ടാക്സിനെയാണ് ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. അപ്പോൾ നിങ്ങൾ ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സിൽ മിനിമം ടാക്സ് എന്ന് കാണുമല്ലോ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? മിനിമം എമൗണ്ട് ഓഫ് ടാക്സ് പേബിൾ ബൈ എ പേഴ്സൺ അതർ ദാൻ കമ്പനി. കമ്പനി അല്ലാത്ത മറ്റേത് വ്യക്തിയാണെങ്കിലും അവർ പേ ചെയ്യേണ്ട മിനിമം എമൗണ്ട് ഓഫ് ടാക്സിനെയാണ് ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊവിഷൻ പറയുന്നത് അപ്ലിക്കേബിൾ ടു കമ്പനീസ്, ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽ വിത്ത് ഹൈ ഇൻകം. ഇത് അപ്ലിക്കബിൾ ആവുന്നത് കമ്പനീസിനും ഫേംസിനും ഇൻഡിവിജ്വലിനുമാണ്. പ്രധാനമായിട്ടും ഫേംസിനും ഇൻഡിവിജ്വലിനുമാണ് അവർക്ക് ഹൈ ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ. ടാക്സ് റേറ്റ് ഈസ് 18.5 ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം. അഡ്ജസ്റ്റ് ചെയ്ത ടോട്ടൽ ഇൻകത്തിൻ്റെ ടാക്സ് റേറ്റ് 18.5% ആയിരിക്കും. അതുപോലെ ടോട്ടൽ ഇൻകം അഡ്ജസ്റ്റഡ് ഫോർ സർട്ടൈൻ എക്സംഷൻ ആൻഡ് ഡിഡക്ഷൻ ആണ്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അടുത്തത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണ്, STT. ഇതും 2 മാർക്കിൻ്റെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ടാക്സ് ലിവേഡ് അറ്റ് ദ ടൈം ഓഫ് ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റി ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അംഗീകൃതമായ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരുപാട് അൺരജിസ്റ്റേർഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളല്ലാതെ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നതിനെതിരെ ചുമത്തുന്ന ടാക്സിനെയാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് റിബേറ്റ് ആൻഡ് റിലീഫ് ഓഫ് ടാക്സ്. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കട്ടെ, റിപ്പീറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ആശ്വാസമായിരിക്കും എക്സാം ഹാളിൽ നിന്ന്. റിബേറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, റിഡക്ഷൻ ഇൻ ദി ടാക്സ് ലാബിലിറ്റി. അതാണ് അതിൻ്റെ കീവേഡ്. റിബേറ്റ്, ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് റിഡക്ഷൻ ഇൻ ദി ടാക്സ് ലാബിലിറ്റി ഓഫ് ടാക്സ് പെയർ. ഒരു ടാക്സ് പെയറുടെ ടാക്സ് ലാബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് റിബേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അതുപോലെ റിലീഫ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ എക്സംഷൻ ഫ്രം ടാക്സ് ലാബിലിറ്റി. ഒരു ടാക്സ് പെയറുടെ ടാക്സ് ലാബിലിറ്റിയിൽ നിന്നും എക്സംഷൻ കിട്ടുന്നതിനെയാണ് റിലീഫ് എന്ന് പറയുന്നത്. റിലീഫ് ക്യാൻ ബി ക്ലെയിംഡ്. 5 മാർക്കിനാണെങ്കിൽ ഇതും കൂടെ എഴുതി വെച്ചോളൂ. റിലീഫ് ക്യാൻ ബി ക്ലെയിംഡ് ഇൻ ദി ഫോളോയിങ് കേസസ്. ഏതൊക്കെ കേസസിൽ റിലീഫ് ക്ലെയിം ചെയ്യാം ഒരു ടാക്സ് പെയർക്ക്? സാലറി അരിയർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്വാൻസ് സാലറി ഉണ്ടെങ്കിൽ. സാലറിയുടെ അരിയറും ഉണ്ട്, അതുപോലെ തന്നെ സാലറിയുടെ അഡ്വാൻസും പറയുന്നുണ്ട്. സാലറിയുടെ അഡ്വാൻസും അരിയറും, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയും, അതുപോലെ അരിയർ ഓഫ് ഫാമിലി പെൻഷൻ, ഗ്രാറ്റുവിറ്റി. ഇത്തരം കേസുകളിലെല്ലാം തന്നെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? സാലറി റിലീഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ റിബേറ്റും റിലീഫും ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഇറ്റ്സ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇപ്പോൾ റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് റിഡക്ഷൻ ഇൻ ദി ടാക്സ് ലാബിലിറ്റി ഓഫ് എ ടാക്സ് പെയർ. ഒരു ടാക്സ് പെയറുടെ ടാക്സ് ലാബിലിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഡയറക്റ്റ് റിഡക്ഷനെയാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ഒരു ടാക്സ് പെയറുടെ ടാക്സ് ലാബിലിറ്റിയിൽ ലഭിക്കുന്ന എക്സംഷനെയാണ് റിലീഫ് എന്ന് പറയുന്നത്. എക്സംഷൻ അല്ലെങ്കിൽ റിലീഫ് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് കിട്ടുക? ഒരു 4 പോയിന്റ് ഓർത്ത് വെക്കൂ. അരിയർ ഓഫ് സാലറിയും, അഡ്വാൻസ് ഓഫ് സാലറിയും, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയും, അരിയർ ഓഫ് ഫാമിലി പെൻഷനും, ഗ്രാറ്റുവിറ്റിയും. ഇനി ഒരു വർഷം 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹൗ ഡസ് മാർജിനൽ റിലീഫ് ബെനഫിറ്റ്സ് ടാക്സ് പേയേഴ്സ്? എങ്ങനെയാണ് മാർജിനൽ റിലീഫ് ടാക്സ് പേയേഴ്സിന് ബെനഫിറ്റ് ആവുന്നത്? ഒന്ന്, അവരുടെ ടാക്സ് ലാബിലിറ്റി കുറയും, റെഡ്യൂസ് ടാക്സ് ലാബിലിറ്റി. മറ്റൊന്ന്, അവോയ്ഡ് ഹയർ ടാക്സ് റേറ്റ്. ഹയർ ടാക്സ് റേറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, സേവ് ടാക്സ് എമൗണ്ട്. ടാക്സിൻ്റെ എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. മറ്റൊന്നാണ് പ്രൊമോട്ട് ടാക്സ് ഫെയർനെസ്. ടാക്സിൻ്റെ ഫെയർനെസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് മാർജിനൽ റിലീഫ് ബെനഫിറ്റ്സ് ടാക്സ് പേയേഴ്സിന് മാർജിനൽ റിലീഫ് ബെനഫിറ്റ്സ് ആവുന്നത്. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് ടോട്ടൽ ഇൻകം എന്താണെന്നുള്ളതാണ്. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഇൻകം ഓഫ് ഡിഫറെൻറ്റ് ഹെഡ്സ് ആഫ്റ്റർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U.
അതായത് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ഹെഡ്സിൽ നിന്നും വന്നിട്ടുള്ള വരുമാനം സെക്ഷൻ 80C നിന്നും സി മുതൽ 80U വരെയുള്ള ഡിഡക്ഷനും കഴിച്ചിട്ട് വരുന്ന ഇൻകത്തെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടാക്സബിൾ ഇൻകം ഓഫ് ആൻ അസസി. അതൊരു അസസിയുടെ ടാക്സബിൾ ഇൻകം കൂടെയാണ്. ഇപ്പോൾ ടോട്ടൽ ഇൻകം ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം ഫ്രം ഡിഫറെൻറ്റ് ഹെഡ്സ് ആഫ്റ്റർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U. ഇനി എങ്ങനെയാണ് ടോട്ടൽ ഇൻകം, ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്സ് ആണ്. ആദ്യം തന്നെ ഡിറ്റർമൈൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ 5th സെമ്മിൽ പഠിച്ചതാണ്, ഇൻകം ടാക്സിൽ പഠിച്ചതാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുക. അടുത്തത് എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ഡിഫറെൻറ്റ് ഹെഡ്സ്. വ്യത്യസ്ത ഹെഡുകളിലെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എഴുതാം ഏതൊക്കെ ഇൻകമാണ് വ്യത്യസ്ത ഹെഡിൽ നിന്ന് വരുന്നത്. ഇൻകം ഫ്രം സാലറിയും, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനും, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനും, ഇൻകം ഫ്രം അതർ സോഴ്സസും. അതെല്ലാം തന്നെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഡിഡക്ഷൻ കൊടുക്കുക. ഡിഡക്ഷൻ അലോവബിൾ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ഡിഡക്റ്റഡ് അണ്ടർ സെക്ഷൻ 80C to 80U. 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻ അപ്ലിക്കബിൾ ആണെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുക. ദെൻ കാൽക്കുലേറ്റ് ടോട്ടൽ ഇൻകം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സെക്ഷൻ 115 BAC ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് പ്രൊവൈഡ്സ് എ ന്യൂ ടാക്സ് റെജീം വിത്ത് ലോവർ ടാക്സ് റേറ്റ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ന്യൂ ടാക്സ് റെജീം? ക്വസ്റ്റ്യൻ ഇതാണ്. 115 BAC സെക്ഷൻ പ്രകാരം ഇൻകം ടാക്സ് ആക്ടിൻ്റെ പുതിയ ടാക്സ് ഘടനയിൽ ലോവർ ടാക്സ് റേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ലോവർ ടാക്സ് റേറ്റ്, അതായത് ന്യൂ റെജീം ഓഫർ ലോവർ ടാക്സ് റേറ്റ്. പുതിയ ടാക്സ് സിസ്റ്റം കുറഞ്ഞ ടാക്സ് ആണ് ഈടാക്കുന്നത്. നോ എക്സംഷൻ ഓർ ഡിഡക്ഷൻ, അതായത് പുതിയ ടാക്സ് സിസ്റ്റം പ്രകാരം എക്സംഷനും ഡിഡക്ഷനും കൊടുക്കുന്നില്ല. കാരണം എന്താ? അവർ ചാർജ് ചെയ്യുന്നത് തന്നെ ലോവർ ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ എക്സംഷനും അതുപോലെ തന്നെ ഡിഡക്ഷനും ആർക്കും കൊടുക്കുന്നില്ല. അതുപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുക്കുന്നത് 75,000 രൂപയാണ് പുതിയ ടാക്സ് റെജീം പ്രകാരം. അതുപോലെ നോട്ട് സെറ്റ് ഓഫ് ലോസസ്. ബിസിനസ്സിൽ നിന്നും പ്രൊഫഷനിൽ നിന്നും ഒന്നും കിട്ടുന്ന ലോസസ് എന്ത് ചെയ്യുന്നില്ല? സെറ്റ് ഓഫ് ചെയ്യുന്നില്ല. ടാക്സ് റേറ്റ് സെയിം ഫോർ ഓൾ. എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ടാക്സ് റേറ്റ് സെയിം ആണ്. സാധാരണ നമ്മൾ എന്താ പഠിക്കുന്നത്? സീനിയർ സിറ്റിസണിനും സൂപ്പർ സീനിയർ സിറ്റിസണിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയൊരു ടാക്സ് റേറ്റിൽ ചെറിയൊരു ഇളവ് കൊടുക്കുന്നുണ്ട്. അതൊന്നുമില്ല. എല്ലാവർക്കും എന്താണ്? സെയിം ഫോർ ഓൾ കാറ്റഗറി. മാർജിനൽ റിലീഫ്, അതുപോലെ തന്നെ സർചാർജ്. ഇത്രയുമാണ് പുതിയ ടാക്സ് റെജീമിൻ്റെ ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ്? ലോവർ ടാക്സ് റേറ്റ്, നോ എക്സംഷൻ ഓർ ഡിഡക്ഷൻ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, നോ സെറ്റ് ഓഫ് ലോസസ്, ടാക്സ് റേറ്റ് സെയിം ഫോർ ഓൾ, മാർജിനൽ റിലീഫ്, സർചാർജ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ